സ്നേഹിതരെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 222 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പ്രോസസൂസിനും മിസ്റ്റർ മാർട്ടിനിയനും ശേഷം ഈ ആഴ്ച വിശുദ്ധ ആന്റണി സക്കറിയെക്കുറിച്ചാണ്. ലൊംബാർഡിയയിലെ ക്രമോണയിലുള്ള ഒരു ഉന്നത കുലത്തിലാണ് വിശുദ്ധ ആന്റണി മേരി സക്കറിയ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ആന്റണി ദൈവികതയുടെ അടയാളങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രകടമാക്കിയിരുന്നു. ആന്റണിയുടെ നന്മ നിറഞ്ഞ ജീവിതവും ദൈവഭക്തിയും കന്യാമാതാവിനോടുള്ള ഭക്തിയും കാരണം ചെറുപ്പത്തിൽ തന്നെ അവൻ സകലരുടെയും സവിശേഷ ശ്രദ്ധയ്ക്ക് പാത്രമായി. പാവങ്ങളോട് അളവറ്റ കരുണയുള്ളവനായിരുന്നു വിശുദ്ധൻ. തന്റെ വസതിയിൽ വെച്ച് തന്നെ മാനവിക വിഷയത്തിൽ പഠനം പൂർത്തിയാക്കി. അദ്ദേഹം പാവിയയിൽ നിന്നും തത്വശാസ്ത്രവും പാതുവായിൽ നിന്നും വൈദ്യശാസ്ത്രവും പഠിച്ചു. ബുദ്ധിയിലും ജീവിതവിസ്തയിലും തന്റെ സമകാലികരെ ആന്റണി അനായാസം പിന്നിലാക്കി. വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ആന്റണി റോമിലേക്ക് തിരികെ വന്നു. അവിടെ എത്തിയ അദ്ദേഹം ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ശരീരങ്ങളെ സുഖപ്പെടുത്തുവാനല്ല, മറിച്ച് ആത്മാക്കളെ സുഖപ്പെടുത്തുവാനാണ് എന്ന് സത്യം മനസ്സിലാക്കി. ഒട്ടും തന്നെ സമയം പാഴാക്കാതെ അദ്ദേഹം വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുവാൻ ആരംഭിച്ചു. ഇതിനിടയിലും അദ്ദേഹം രോഗികളെ സന്ദർശിക്കുവാനും കുട്ടികൾക്ക് ക്രിസ്തീയ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും സമയം കണ്ടെത്തി. കൂടാതെ യുവജനങ്ങളോടുള്ള ദൈവഭക്തിയിൽ ജീവിക്കുവാനും പ്രായമായവരോട് തങ്ങളുടെ ജീവിതം നവീകരണത്തിന് വിധേയമാക്കുവാനും അദ്ദേഹം ഉപദേശിച്ചു. പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് ശേഷമുള്ള തന്റെ പ്രഥമ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയ്ക്ക് സ്വർഗീയ പ്രകാശത്തിന്റെ ജ്വാലയിൽ മാലാഖമാരുടെ നടക്കു നിൽക്കുന്ന അദ്ദേഹത്തെ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കണ്ടതായി പറയപ്പെടുന്നു. ആത്മാക്കളുടെ മോക്ഷത്തിനും ജനങ്ങളുടെ ജീവിത നവീകരണത്തിനുമാണ് വിശുദ്ധൻ പ്രധാനമായും ശ്രദ്ധിച്ചത്. പിതൃസഹജമായ കാരുണ്യത്തോടുകൂടി വിശുദ്ധൻ അപരിചിതരെയും പാവങ്ങളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സ്വീകരിക്കുകയും ദൈവിക വചനങ്ങൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും മാതൃസഹജമായ സ്നേഹത്താൽ അവരെ സഹായിക്കുകയും ചെയ്തു. തന്മൂലം വിശുദ്ധന്റെ ഭവനത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ അഭയസ്ഥാനം എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കൂടാതെ വിശുദ്ധനെ മാലാഖ എന്നും തങ്ങളുടെ രാജ്യത്തിന്റെ പിതാവ് എന്നുമാണ് പ്രദേശവാസികൾ വിളിച്ചിരുന്നത്. ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുവാൻ തനിക്ക് പറ്റിയ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നതിനാൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇതിൽ കൂടുതൽ ചെയ്യുവാൻ തനിക്ക് കഴിയും എന്ന ബോധ്യത്താൽ വിശുദ്ധൻ തന്റെ ആശയങ്ങൾ 2 ദൈവിക മനുഷ്യരോട് പങ്കുവച്ചു. ബാർത്തലോമിയ ഫെറാറിയും ജെയിംസ് മോർഗിയുമായിരുന്നു ആ പുണ്യവാന്മാർ. അവർ ഒരുമിച്ച് മിലാനിൽ ക്ലർക്സ് റെഗുലർ സൊസൈറ്റി എന്ന പൗരോഹിത്യ സഭയ്ക്ക് ആരംഭം കുറിച്ചു. വിജാതീയരുടെ അപ്പസ്തോലനായിരുന്ന വിശുദ്ധ പൗലോസ് സ്ലീഹായോടുള്ള വിശുദ്ധന്റെ അഗാധമായ സ്നേഹം കാരണം അദ്ദേഹത്തെ വിശുദ്ധ പൗലോസ് എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത്. വിശുദ്ധന്റെ സഭയുടെ ക്ലമന്റ് 7 അംഗീകരിക്കുകയും പോൾ 3 അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വിശുദ്ധന്റെ സഭ നിരവധി പ്രദേശങ്ങളിൽ വ്യാപിച്ചു. ഏഞ്ചലിക് സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനും ആത്മീയ പിതാവുമായിരുന്നു വിശുദ്ധൻ. പക്ഷെ ഒരിക്കൽ പോലും തന്റെ സഭയുടെ മേലധികാരിയാകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അത്രമാത്രം എളിമ നിറഞ്ഞവനായിരുന്നു വിശുദ്ധൻ. തന്റെ സഭകൾക്ക് നേരെയുള്ള കഠിനമായ എതിർപ്പുകളെ പോലും അദ്ദേഹം വളരെ ക്ഷമാപൂർവ്വം നേരിട്ടു. ആത്മീയ ജീവിതം നയിക്കുന്നവരോട് ദൈവത്തെ സ്നേഹിക്കുവാനും പുരോഹിതന്മാരോട് അപ്പസ്തോലന്മാരുടെ ജീവിതത്തെ പിന്തുടരുവാനും ഉപദേശിക്കുന്നതിൽ അദ്ദേഹം ഒരു വീഴ്ചയും വരുത്തിയിരുന്നില്ല. കൂടാതെ വിവാഹിതരായ ആളുകൾക്ക് അദ്ദേഹം നിരവധി സഹോദര സാമൂഹിക കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. പലപ്പോഴും വിശുദ്ധൻ തന്റെ സന്യാസിമാർക്കൊപ്പം തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും കുരിശും വഹിച്ചുകൊണ്ട് പ്രദക്ഷിണങ്ങൾ നടത്തി. വിശുദ്ധന്റെ ഭക്തിപൂർവമായ പ്രാർത്ഥനകളും ഉപദേശവും വഴി നിരവധി ദുഷ്ടരായ മനുഷ്യർ വരെ മോക്ഷത്തിന്റെ പാതയിലേക്ക് വന്നു. ക്രൂശിതനായ യേശുവിനുള്ള സ്നേഹത്താൽ കുരിശിന്റെ വഴിയുടെ രഹസ്യം ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുവാനായി വിശുദ്ധൻ എല്ലാ വെള്ളിയാഴ്ചകളിലും സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് ഒരു മണി മുഴക്കാറുണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. യേശുവിന്റെ ദിവ്യനാമം എപ്പോഴും വിശുദ്ധന്റെ ചുണ്ടുകൾ ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയോട് അദ്ദേഹത്തിന് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വിശുദ്ധൻ ദിവസേന ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന പതിവ് വിശ്വാസികൾക്കിടയിൽ പുനർജീവിപ്പിച്ചു. പൊതുവായ 40 മണിക്കൂർ ആരാധന വിശുദ്ധനാണ് തുടങ്ങിവെച്ചതെന്ന് പറയപ്പെടുന്നു. പ്രവചനപരവും മറ്റുള്ളവരുടെ ചിന്തകളും മനസ്സിലാക്കാനുള്ള കഴിവും കൂടാതെ മനുഷ്യവംശത്തിന്റെ ശത്രുവിന്റെ മേലുള്ള ശക്തി തുടങ്ങിയ നിരവധി വരദാനങ്ങളാൽ അനുഗ്രഹീതനായിരുന്നു വിശുദ്ധൻ. നിരന്തരമായ കഠിന പ്രയത്നങ്ങൾക്ക് ശേഷം ഗുവാസ്റ്റെല്ലയിൽ വെച്ച് അദ്ദേഹം രോഗബാധിതനായി. തുടർന്ന് വിശുദ്ധനെ ക്രമോണയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ദുഃഖാർത്തരായ തന്റെ പുരോഹിതന്മാരുടെ നടുവിൽ ഭക്തയായ തന്റെ മാതാവിന്റെ ആശ്ലേഷത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. തന്റെ മാതാവിന്റെ മരണവും വിശുദ്ധൻ മുൻകൂട്ടി പ്രവചിച്ചതായി പറയപ്പെടുന്നു. ആന്റണിയുടെ മരണസമയത്ത് അപ്പസ്തോലന്മാരുടെ ദർശനത്തിൽ വിശുദ്ധൻ ആശ്വസിപ്പിക്കപ്പെടുകയും തന്റെ സൊസൈറ്റിയുടെ ഭാവികാല വളർച്ചയെപ്പറ്റി മുൻകൂർ പ്രവചിക്കുകയും ചെയ്തു.
അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം വഴിയായി നടന്ന അത്ഭുതങ്ങൾ കാരണം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ വിശുദ്ധനോടുള്ള തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. ലിയോ എട്ടാമൻ വിശുദ്ധനോടുള്ള ഭക്തിയെ അംഗീകരിക്കുകയും 1897 സ്വർഗാരോഹണ തിരുനാൾ ദിവസത്തിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നിസ്സാര കാര്യങ്ങളായിരിക്കും ഒരാളെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. എന്നാൽ പൂർണ്ണത എന്നത് നിസ്സാര കാര്യവുമല്ല. ഏവർക്കും നന്ദി.